ഇനി നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും വെച്ച് അത് ഒരു 7 വിസിലാവുന്നതിന് വരെ വേവിക്കുക. അത് നന്നായിട്ട് വെന്ത് കിട്ടണം. അത് നന്നായിട്ട് വെന്തുടഞ്ഞാലേ അതിന് ടേസ്റ്റ് വരും. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പെരിഞ്ജീരകം അത് രണ്ടും അത് മാത്രം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് ഒരു 2-3 പച്ചമുളകും ഒരു സവാളയും ഒരു വലിയ തക്കാളി ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതും കൂടെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് പെപ്പറും കൂടെ ഇട്ട് അതങ്ങോട്ട് വാങ്ങുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.